സേവന പാരമ്പര്യവുമായി മാണി സൺസ് സൂപ്പർ മാർക്കറ്റ് ഓട്ടുപാറ. ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള പലചരക്ക് വ്യഞ്ജനങ്ങൾ ആവശ്യാനുസരണം തിരഞ്ഞെടുക്കാൻ മാണി സൺസ് സൂപ്പർ മാർക്കറ്റ്. ബ്രാൻഡഡ് അരികൾ, പ്രമുഖ കമ്പനികളുടെ ബിരിയാണി അരികൾ, ബ്രാൻഡഡ് കറി പൗഡറുകൾ, സ്പൈസസ്, ഡ്രൈ ഫ്രൂട്ട്സ്, എസൻസ് എന്നിവയും സ്റ്റീൽ, അലുമിനിയം, പ്ലാസ്റ്റിക് തുടങ്ങിയ ഹോം അപ്ലയൻസിന്റെ വിപുലമായ ശേഖരം. വ്യാപാരികൾക്കായി ഹോൾസെയിൽ സംവിധാനം. എല്ലാവിധ പലചരക്ക് സാധനങ്ങളും ഒരു കുടക്കീഴിലൊരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മാണി സൺസ്, ജില്ലാ ആശുപത്രിക്ക് സമീപം, ഓട്ടുപാറ, വടക്കാഞ്ചേരി. ഫോൺ നമ്പർ 9072303443 8078417443. നമസ്കാരം, എനി ടൈം ന്യൂസിലേക്ക് സ്വാഗതം. തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ പ്രസവ വേദനയെടുത്ത് പുളയുന്ന സ്ത്രീക്ക് കൈത്താങ്ങായി എത്തിയ വടക്കാഞ്ചേരി നാരകത്തുപറമ്പിൽ കബീറിന്റെ ഭാര്യ സുഹറാബിക്ക് ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ ഉപഹാരം നൽകി ആദരിച്ചു. ഡോക്ടർ പൽപ്പു ഫൗണ്ടേഷൻ മാനേജിംഗ് ട്രസ്റ്റി ഋഷി പൽപ്പു ഉപഹാരം സമ്മാനിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PG ജയദീപ്, ജയൻ മംഗലം, നന്ദിലത്ത് ഗോപാലകൃഷ്ണൻ, PS രാധാകൃഷ്ണൻ, CV ജോസ്, K കൃഷ്ണകുമാർ, റോയി ചിറ്റിലപ്പള്ളി, TR ഉദയ എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ ദിവസമാണ് ആസാം സ്വദേശിനിയായ ജസ്ന ബീഗം പ്രസവ വേദനയെടുത്ത് തൃശൂരിലെ റെയിൽവേ സ്റ്റേഷനിലെ 1-ാം നമ്പർ പ്ലാറ്റ്ഫോമിൽ കിടന്ന് പിടയുന്നത് സുഹറാബി കണ്ടത്. കുറെ പോലീസുകാരും RPFകാരും പെൺകുട്ടിയെ വലയം വെച്ച് നിന്നിരുന്നു. പൂർണ്ണ അവശനിലയിലായിരുന്ന ഗർഭിണിയായ സ്ത്രീ പ്രസവിക്കുമെന്ന് ഉറപ്പായപ്പോൾ പോലീസുകാരോട് മുണ്ടുകൊണ്ട് മറതെറുക്കാൻ പറയുകയായിരുന്നു. തുടർന്ന് സുഹറാബി ഇവരുടെ പ്രസവമെടുക്കുകയായിരുന്നു. തൊട്ടടുത്ത കടയിൽ നിന്നും കത്രിക വാങ്ങി പൊക്കിൾ കൊടി മുറിച്ച ശേഷം കുട്ടിയെയും മാതാവിനെയും വേർതിരിച്ച് സുഹറാബി ആശുപത്രിയിലെത്തിക്കാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ഇതിനു മുൻപും സുഹറാബി ഇതേ റെയിൽവേ സ്റ്റേഷനിൽ മറ്റൊരു സ്ത്രീയുടെ പ്രസവം എടുത്തിരുന്നു. റെയിൽവേ സ്റ്റേഷനിലെ ക്ലീനിംഗ് തൊഴിലാളിയാണ് സുഹറാബി. ആസാം സ്വദേശിനിയായ ജസ്ന സെക്കന്ദരാബാദിലേക്ക് പോകാനായിട്ടാണ് റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ആശുപത്രി വിട്ട ജസ്ന ബീഗം കൈക്കുഞ്ഞുമായി വടക്കാഞ്ചേരിയിലുള്ള സുഹറാബിയുടെ വാടക വീട്ടിലെത്തി നന്ദി അറിയിച്ചു. വടക്കാഞ്ചേരി സെന്റ് ഫ്രാൻസിസ് ഫൊറോന പള്ളിക്ക് പിന്നിലായി വാടക വീട്ടിലാണ് സുഹറാബി താമസിക്കുന്നത്. ഭർത്താവ് കബീർ തളർന്ന് കിടപ്പിലാണ്. ന്യൂസ് ഡെസ്ക്, എനി ടൈം ന്യൂസ്. കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക. വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്.